1940കളുടെ കാലഘട്ടത്തിൽ ബോളിവുഡ് സിനിമാ ലോകത്ത് ദുരന്തങ്ങളുടെ രാജ്ഞി, അതായത് ക്യൂൻ ഓഫ് ട്രാജഡി എന്നറിയപ്പെടുന്ന ഒരു നായിക ഉണ്ടായിരുന്നു. അതാണ് മീന കുമാരി. തന്റെ പിതാവായ അലി ബഷിന്റെ പാത പിന്തുടർന്ന് ചൈൽഡ് ആർട്ടിസ്റ്റായി ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് കയറിപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി ഉയർച്ച, പണം, പ്രശസ്തി എല്ലാം കുമിഞ്ഞുകൊടി. 1952 മീന കുമാരി ചലച്ചിത്ര നിർമ്മാതാവ് കമൽ അമ്രോഹിയെ വിവാഹം കഴിച്ചു. ആ ബന്ധം അത്ര ശരിയായി മുൻപോട്ട് പോയില്ല. തുടക്കത്തിൽ അവരുടെ ഐക്യത്തിൽ അവർ ആശ്വാസം കണ്ടെത്തിയെങ്കിലും ഈഗോ, തെറ്റിദ്ധാരണകൾ, നിയന്ത്രണ പ്രശ്നങ്ങൾ എന്നിവ കാരണം അവരുടെ ബന്ധം ഒടുവിൽ വഷളാവാൻ തുടങ്ങി. കമൽ അമ്രോഹിയുടെ കർശനമായ സ്വഭാവവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മനോഭാവവും മീനയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി. 1960കളുടെ തുടക്കത്തിൽ അവർ വേർപിരിഞ്ഞു. അത് മീനയെ ആകെ തകർത്തു. അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായി. അതിൽ നിന്നും ആശ്വാസം കിട്ടാൻ അവൾ മദ്യപാനം ആരംഭിച്ചു. ആശ്വാസത്തിന് സമാധാനത്തിനും വേണ്ടി ഇടയ്ക്കിടെ മദ്യപിച്ചു തുടങ്ങിയത് താമസിയാതെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വളർന്നു. മദ്യപാനം വർദ്ധിച്ചതോടെ മീനകുമാരിയുടെ ആരോഗ്യം വഷളാവാൻ തുടങ്ങി. മദ്യം അവളുടെ നിത്യ കൂട്ടാളിയായി മാറി. അത് അവളുടെ കരിയറിനും വ്യക്തിബന്ധങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. ദുർബലമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവർ സിനിമകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും അവളുടെ യഥാർത്ഥ ജീവിതത്തിലെ വേദന കഥാപാത്രങ്ങളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. മദ്യത്തിന്റെ ദുരുപയോഗം ശാരീരികമായും മാനസികമായും അവളെ തളർത്തി. അവസാനം 1971 മാർച്ച് 31 ലിവർ സിറോസിസ് കാരണം അവൾ ലോകത്തോട് വിട പറഞ്ഞു. നന്നായി ജീവിച്ചിരുന്ന കഴിവുള്ള ഒരു നടി ജീവിതത്തിൽ വന്ന ചില അവസ്ഥകൾ കാരണം മദ്യപാനം ആരംഭിച്ചു. പിന്നീട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതേ തുടർന്ന് കരൾ രോഗം ബാധിച്ച് മരണമടയുന്നു. മദ്യപാനം ഇല്ലായിരുന്നുവെങ്കിൽ അവർ അറിയപ്പെടുന്ന നടിയായി മാറിയേനെ. ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിരിക്കും പലരെയും മദ്യപാനിയാക്കുന്നത്. ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് മാനസിക പ്രശ്നം, ചിലർക്ക് ലക്ഷ്യബോധം ഇല്ലാത്ത കൂട്ടുകാർ, ചിലർക്ക് എൻജോയ്മെന്റ്, അങ്ങനെ മദ്യപിക്കാൻ നിരവധി കാരണങ്ങൾ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾ മദ്യപാനി ആകുന്നത് എന്നും ആദ്യത്തെ സിപ്പ് എടുക്കുന്നത് മുതൽ അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അവസാനം മരണത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്നും അഥവാ അമിത മദ്യപാനം നിർത്തിയാൽ അയാൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും തുടങ്ങിയ കാര്യങ്ങളാണ്. തിരുവനന്തപുരം വർക്കലയിൽ ക്രിസ്മസ് തലേന്ന് നടന്ന കൊലപാതകം. 67കാരനെ 5 അംഗ സംഘം തലക്കടിച്ചു കൊന്നു. താഴെവിട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാളെ പോലീസ് പിറ്റേന്ന് അറസ്റ്റ് ചെയ്തു. പള്ളി പരിസരത്തെ മദ്യപാനം വിലക്കിയതിനാണ് ഷാജഹാന്റെ ജീവനെടുത്തത്. 2020-21 കോവിഡിനെ തുടർന്ന് 4 മാസത്തിലേറെ ബെവ്കോയും ബാറുകളും അടഞ്ഞു കിടന്നിട്ടും 13,000 കോടി രൂപയുടെ മദ്യം വിറ്റു. മലയാളി 10 കൊല്ലം കൊണ്ട് കുടിച്ചു തീർത്ത കണക്കിന്റെ ഭീകരത മനസ്സിലാകാത്തവർക്കായി ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം ബജറ്റിനായി വകയിരുത്തിയത് 1,47,891 കോടി രൂപയാണ്. 10 കൊല്ലം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തതാകട്ടെ 1,15,000 കോടി രൂപയുടെ മദ്യം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് മദ്യപാനികളുടെ കരളലിക്കുന്ന കാലം പറഞ്ഞ കഥകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആണെന്നോ ജീവിതം തകർക്കുമെന്നോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. അമിത മദ്യപാനം എങ്ങനെ മനുഷ്യനെ നശിപ്പിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ത് കാര്യങ്ങളും അമിതമായാൽ വിഷമാണ്. മധുരമായാലും എരിവായാലും പുളിയായാലും എന്തിനേറെ പറയണം, പച്ചവെള്ളം, ശ്വസിക്കുന്ന ഓക്സിജൻ എന്നിവ പോലും അമിതമായി ശരീരത്തിൽ ചെന്നാൽ അത് ശരീരത്തിന് കേടാണ്. അമിത മദ്യാസക്തി വെറും ആസക്തി മാത്രമല്ല, ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമിത മദ്യപാനി ഒരു രോഗിയാണ്. എങ്ങനെയാണ് മദ്യം തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മദ്യം അഥവാ എത്തനോൾ ശരീരത്തെയും തലച്ചോറിനെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. മദ്യം കഴിക്കുമ്പോൾ അത് ആമാശയത്തിലൂടെയും ചെറുകുടലിലൂടെയും രക്തത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. മദ്യം നമ്മുടെ ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. വിശ്രമത്തിനും മയക്കത്തിനും സഹായിക്കുന്ന ഗാബ, അതായത് ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കൂടുതൽ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നു. അതായത് പെട്ടെന്ന് ക്ഷീണം തോന്നുന്ന അവസ്ഥ. തുടർന്ന് നമ്മുടെ കൈകാലുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന നാഡിയെ ബാധിക്കുന്നു. അങ്ങനെ കൈകാലുകളെ തലച്ചോറിന് കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റാതെയാവുന്നു.
മാത്രമല്ല സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള കഴിവും ചിന്തയും നഷ്ടപ്പെടുന്നു. നമ്മുടെ സന്തോഷം, സംതൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണായ ഡോപ്പമിനെ ഉത്തേജിപ്പിക്കുകയും അമിതമായി സംതൃപ്തി, ആശ്വാസം കിട്ടിയ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് ആൻഡ് ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസ് തുടങ്ങിയ എൻസൈമുകൾ ഉപയോഗിച്ചാണ് മദ്യത്തെ കരൾ പ്രോസസ് ചെയ്യുന്നത്. ഇത് മദ്യത്തെ അസറ്റാൽഡിഹൈഡായും പിന്നീട് അസറ്റേറ്റായും വിഘടിപ്പിക്കുന്നു. സാധാരണയായി ഇത് ശരീരത്തിന് ഇല്ലാതാക്കാൻ കഴിയും. അമിതമായ ഉപഭോഗം കരളിൻ്റെ ഈ കഴിവിനെ നശിപ്പിക്കുകയും ഇത് ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടുന്നതിനും ദീർഘകാല നാശത്തിനും കാരണമാകും. ഇതിലൂടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. കരൾ തകരാറുകൾ, തലച്ചോറ് ചുരുങ്ങുക, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ദുർബലമായ പ്രതിരോധശേഷി, ആരെങ്കിലും ആശ്രയിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മദ്യം തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ശരീര പ്രക്രിയകളെയും താൽക്കാലികമായി തടസ്സപ്പെടുത്തുന്നു. പക്ഷേ ആവർത്തിച്ചുള്ള അമിതമായ ഉപയോഗം സഹിഷ്ണുത, ആസക്തി, ആരോഗ്യം മോശമാക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. ആദ്യത്തെ സിപ്പ് മുതൽ ഒരാളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു അമിത മദ്യപാനിയുടെ ജീവിതശൈലി നമുക്ക് 7 തരംതിരിക്കാം. സ്റ്റേജ് 1. മദ്യാസക്തി എന്നത് സങ്കീർണവും ദിനംപ്രതി വഷളാവുന്ന ഒരു അവസ്ഥയാണ്. മദ്യപാന ശീലം പലപ്പോഴും കൂട്ടുകാരിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. മദ്യത്തോടുള്ള പ്രാരംഭ അനുഭവം ഒരു വ്യക്തിയുടെ ഉള്ളിലെ ജിജ്ഞാസ, സാമൂഹിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെയോ നാട്ടിലെയോ സംസ്കാരത്തിന്റെ ഫലമായിരിക്കാം. ആദ്യത്തെ സിപ്പ് എടുക്കുമ്പോൾ ചുവ തോന്നുകയും പതിയെ പതിയെ ആ ചുവ മധുരത്തെക്കാൾ രുചിയുള്ളതാവുകയും ചെയ്യുന്നു. ആദ്യത്തെ ദിവസം ജിജ്ഞാസയാണെങ്കിൽ പിന്നീടത് ആഘോഷങ്ങളുടെയും സൗഹൃദത്തിന്റെയും ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയും പേടികളുടെയും ടെൻഷന്റെയും പ്രതികാരത്തിന്റെയും തുടങ്ങി ഒരുപാട് കാരണങ്ങളുടെ സന്തത സഹചാരിയായി മാറുന്നു. ലഹരി പാനീയങ്ങളിലെ സജീവ ഘടകമായ എത്തനോൾ ശരവേഗത്തിൽ രക്തത്തിൽ കലരുകയും രക്തത്തിലൂടെ തലച്ചോറിലെത്തി തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ബാധിക്കുകയും ചെയ്യുന്നു. പ്ലഷർ ഓർ ഹാപ്പിനെസ് നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിനെ ഉത്തേജിപ്പിക്കുകയും ഒരു പ്രത്യേക ഉന്മാദം അഥവാ സുഖം ലഭിച്ചതുപോലെയും തോന്നിപ്പിക്കുന്നു. പലപ്പോഴും ഇനിഷ്യേഷൻ അഥവാ പരീക്ഷണം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഘട്ടം മിക്കവർക്കും ആദ്യത്തെ പെഗ് ഉടനടി ആസക്തിയിലേക്ക് നയിക്കില്ല. ജനിതകം, പരിസ്ഥിതി, സമപ്രായക്കാരുടെ സമ്മർദ്ദം, ജീവിത സാഹചര്യം തുടങ്ങിയ ഘടകങ്ങൾ ഒരാൾ പൂർണ്ണ മദ്യപാനിയാവാൻ സാധ്യതയുണ്ടാക്കുന്നു. ഇനിയാണ് സ്റ്റേജ് 2. ഒരാൾ മദ്യവുമായി കൂടുതൽ പരിചിതരാകുമ്പോൾ സാമൂഹിക സാഹചര്യങ്ങളിൽ അവർ മദ്യപിക്കാൻ തുടങ്ങിയേക്കാം. ഇതിനെയാണ് ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് വിളിക്കുന്നത്. അതായത് മിതമായതും ഇടയ്ക്കിടെയുമുള്ള മദ്യപാനം. കല്യാണം, പാർട്ടി, ന്യൂ ഇയർ തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മദ്യപിക്കുന്ന ആളുകൾ ശരീരത്തിന് വലിയ കേട് വരുത്തുന്നില്ല എങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ അമിത മദ്യപാനത്തിലേക്ക് അവർ പോയേക്കാം. ചിലർ ഇങ്ങനെയുള്ള മദ്യപാനത്തെ വളരെ നന്നായി കൺട്രോൾ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇനിയാണ് സ്റ്റേജ് 3. ചിലർക്ക് ഇതിനു മുൻപ് പറഞ്ഞ മദ്യപാന രീതി പതിവ് ഉപയോഗത്തിലേക്ക് മാറുന്നു. അതായത് ഒക്കേഷണൽ ഡ്രിങ്കിങ് പതിവായിട്ടുള്ള ഡ്രിങ്കിങ് ആയിട്ട് മാറുന്നു. അങ്ങനെ മദ്യം അവരുടെ ദിനചര്യയുടെ നിർബന്ധമായ ഭാഗമായി മാറുന്നു. ഈ ഘട്ടത്തിൽ പലപ്പോഴും ഭക്ഷണത്തിനിടയിലോ ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ സമ്മർദ്ദത്തെ നേരിടാനുള്ള ഒരു സംവിധാനമായോ മദ്യപിക്കുന്നത് വളരെ സാധാരണയായി മാറുന്നു. ഒരുപക്ഷെ മദ്യപിക്കാൻ ഓരോ കാരണങ്ങൾ സ്വയം അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നു. ജോലിഭാരം, സാമ്പത്തിക പ്രശ്നം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് മദ്യം നല്ല ഉറക്കം നൽകും. അതുകൊണ്ട് 2 പെഗ് അടിച്ചു എന്ന് പറയുന്ന ആളുകൾ പിന്നീട് എന്തിനും മദ്യത്തെ ആശ്രയിക്കാം എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. കാലക്രമേണ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ഡോപ്പമിൻ റിസപ്റ്ററുകളുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അവയുടെ കഴിവ് നഷ്ടപ്പെടുക എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ കൺട്രോൾ ഇല്ലാത്ത മദ്യപാനം ഓർമ്മക്കുറവ്, തീരുമാനം എടുക്കുന്നതിനുള്ള കഴിവില്ലായ്മ, ചിന്താശേഷിക്കുറവ് തുടങ്ങിയ പല അവസ്ഥയിലേക്കും കൊണ്ടുപോകും. അങ്ങനെ ആത്മഹത്യ ചെയ്ത പല ആളുകളെയും നമുക്ക് ഈ സമൂഹത്തിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഈ സ്റ്റേജിലും മദ്യപാനം ഉറച്ച തീരുമാനം കൊണ്ട് വളരെ ഈസിയായി നിർത്താവുന്നതേ ഉള്ളൂ. ഇനിയാണ് സ്റ്റേജ് 4. ഇതാണ് ഏറ്റവും അപകടകരമായ സ്റ്റേജ്. മദ്യപാനം പതിവാകുമ്പോൾ ഹാങ് ഓവർ, ദഹന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, നന്നായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയോ അസ്വസ്ഥതയോ ഉണ്ടായേക്കാം. ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കൽ, അക്രമകരമായ പെരുമാറ്റം, വിവേകമില്ലായ്മ, പരിസരബോധമില്ലായ്മ തുടങ്ങിയ പല അവസ്ഥകളും ഉണ്ടായേക്കാം. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അല്ലെങ്കിൽ മദ്യപിക്കാത്ത സമപ്രായകരിൽ നിന്ന് ഒറ്റപ്പെടൽ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടായേക്കാം. ഇതിലുമുപരി ഏറ്റവും വലിയ പ്രശ്നമാണ് ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദീർഘകാല മദ്യപാനം ശരീരത്തിലെ സാധാരണ പ്രവർത്തനങ്ങളെ കുഴപ്പത്തിലാക്കുന്നു. മദ്യം ലഭിച്ചില്ലെങ്കിൽ കൈവിറക്കുക, ടെൻഷൻ, പേടി, ആൻസൈറ്റി തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പതിവായി മദ്യപിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു.
അതുകൊണ്ട് തന്നെ മദ്യപാനികൾക്ക് അണുബാധകൾ വളരെ വേഗത്തിലുണ്ടാവാം. ഇനിയാണ് സ്റ്റേജ് 5. തലച്ചോറും ശരീരവും സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ മദ്യത്തെ ആശ്രയിക്കുമ്പോഴാണ് മദ്യാസക്തി ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായി മദ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. മദ്യം കഴിക്കാത്തപ്പോൾ വിറയൽ, വിയർപ്പ്, ഓക്കാനം, അപസ്മാരം തുടങ്ങിയ വിഡ്രോവൽ സിൻഡ്രോംസ് ഉണ്ടാകുന്നു. മദ്യപാനത്തെക്കുറിച്ചുള്ള തീവ്രമായ ആസക്തിയും അമിതമായ ചിന്തകളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ദീർഘകാല മദ്യപാനം ഡോപ്പമിൻ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. ഇത് മദ്യമില്ലാതെ സന്തോഷം, സംതൃപ്തി തുടങ്ങിയവ ഉണ്ടാവില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള മദ്യപാനികളിൽ ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. കാർഡിയോമയോപ്പതി, അറിത്മിയാസ് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ തുടങ്ങിയ ഹൃദ്രോഗങ്ങളും ഉണ്ടാകുന്നു. ഇനിയാണ് സ്റ്റേജ് 6, അഡിക്ഷൻ. അവസാന ഘട്ടമാണ് മദ്യപാന വൈകല്യം, അതായത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. മദ്യപാനത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് ഈ അവസ്ഥ. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്നെങ്കിലും മദ്യം വാങ്ങിക്കണം, കുടിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന കഠിനമായ ആസക്തി ഒരു രോഗമാണ്, അതായത് ചികിത്സ ആവശ്യമുള്ള രോഗം. ADHD, ബൈപോളർ ഡിസീസ്, ലിവർ ഫെയിലർ, പാൻക്രിയാറ്റൈറ്റിസ്, ക്യാൻസർ, വെർണികോർസക്കോഫ് സിൻഡ്രോം പോലുള്ള മസ്തിഷ്ക രോഗങ്ങളും ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യ ചിന്തകൾ എന്നിവ ഈ അവസ്ഥയിൽ സാധാരണ സംഭവമാണ്. ബന്ധുക്കളെയും ഭാര്യയും ഒക്കെ ആക്രമിക്കുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കുട്ടികളെ പോലും പീഡിപ്പിക്കാനുള്ള ചിന്താഗതി തുടങ്ങിയവ ഈ അവസ്ഥയിൽ ഉണ്ടാവാം. ജോലി നഷ്ടം, സാമ്പത്തിക അസ്ഥിരത, നിയമപരമായ പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ തകരുന്നു. തീരുമാനമെടുക്കാനും ആസക്തി നിയന്ത്രിക്കാനും സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന് തകരാറ് സംഭവിക്കുന്നു. അതോടെ ഈ കഴിവുകളെല്ലാം നശിക്കുന്നു. അങ്ങനെ ആശ്വാസത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും മദ്യമാണ് ഏറ്റവും നല്ലതെന്ന് ഹിപ്പോ ക്യാമ്പസ് എന്ന തലച്ചോറിന്റെ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. അതോടെ മദ്യമില്ലെങ്കിൽ സന്തോഷം, സംതൃപ്തി ഉണ്ടാവില്ല എന്ന അവസ്ഥയുണ്ടാകുന്നു. ഇനിയാണ് സ്റ്റേജ് 7, റിക്കവറി ആൻഡ് ഹീലിംഗ്. അമിത മദ്യപാനം നിർത്തുന്ന ആളുകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം? മദ്യാസക്തിയിൽ നിന്ന് മുക്തി നേടുക എന്നത് വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ നേടിയെടുക്കാവുന്നതുമായ ഒരു പ്രക്രിയയാണ്. ഈ യാത്ര തുടങ്ങുന്നത് ഡീടോക്സിഫിക്കേഷൻ എന്ന പ്രക്രിയയിൽ നിന്നാണ്. അതായത് മദ്യം പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരുപക്ഷെ അതേ സ്വഭാവമുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ആൻസൈറ്റി, ടെൻഷൻ, സൂസൈഡ് ടെൻഡൻസി പോലുള്ള വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കുകയും ശരീരത്തിലെ മദ്യത്തിൻ്റെ വിഷാംശങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. മദ്യപാനവുമായി ബന്ധപ്പെട്ട ചിന്താരീതികൾ തിരിച്ചറിയാനും മാറ്റാനും വ്യക്തികളെ സഹായിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇന്ന് റീഹാബ് സെന്ററുകളിൽ ലഭ്യമാണ്. നാൾട്രക്സോൺ, അകാംപ്രോസൈറ്റ്, ഡിസൾഫിറാം തുടങ്ങിയ മരുന്നുകൾ ഈ സമയത്ത് കഴിക്കുന്നവയാണ്. കൂടാതെ കൗൺസിലിംഗ്, യോഗ, ബുക്ക് റീഡിംഗ്, കുടുംബത്തോടു കൂടെയുള്ള സമയം തുടങ്ങിയവ ആസക്തി കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ കരളിന് ഒരു പരിധി വരെ സ്വയം ഹീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗുരുതരമായ കേടുപാടുകൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വന്നേക്കാം. തലച്ചോറിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കാരണം കാലക്രമേണ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ഭാഗികമായി വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. ചിലർ മദ്യപാനം നിർത്തി കഴിയുമ്പോൾ അരിഷ്ടം, ലേഹ്യം, കൂൾ ഡ്രിങ്ക്സ് പോലുള്ള മറ്റെന്തെങ്കിലും കുടിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതും ശരീരത്തിന് കേടാണ്. കോള, സ്പ്രൈറ്റ് തുടങ്ങിയവ ആഡഡ് ഷുഗറാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ കൂടാനും സാധ്യതയുണ്ട്. മദ്യത്തിന് പകരം വെള്ളം കുടിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, വ്യായാമം ചെയ്യുക, നടക്കാൻ പോവുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു മദ്യപാനിയുടെ മാതാപിതാക്കളോ ഭാര്യയോ മക്കളോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അമിത മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി എന്നത് ഒരു രോഗമാണ്. നിനക്ക് നന്നായി കൂടെ, നീ നശിച്ചുപോയി എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിയാലൊന്നും അവർക്ക് മാറാൻ സാധിക്കില്ല. കാരണം അതൊരു രോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായ ചികിത്സയാണ് വേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുക. കൃത്യമായ കൗൺസിലിംഗ്, ട്രീറ്റ്മെന്റ് മുഖാന്തരം മാത്രമേ അവരുടെ മദ്യപാനം അല്ലെങ്കിൽ അവരുടെ അമിത മദ്യപാനം നിർത്താൻ സാധിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടിയന്മാരായിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.